ഹലോ ഫ്രണ്ട്സ്, ടെക് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. റിസർച്ച് ഓഫീസർ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായാണ് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. കാരണം ഇപ്പോൾ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള റിവൈസ്ഡ് സിലബസ് പ്രകാരം സിലബസിൽ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം പരീക്ഷയ്ക്ക് ഇനി വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. മാത്രവുമല്ല, കൺഫർമേഷൻ കൊടുത്ത ഉദ്യോഗാർത്ഥികളുടെ എണ്ണം, മറ്റ് എക്സാം ഡീറ്റെയിൽസുകൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ് ഈ വീഡിയോയിലൂടെ പാസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ എക്സാം ഡീറ്റെയിൽസ് നമുക്കൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് അറിയാവുന്നതുപോലെ കാറ്റഗറി നമ്പർ 414/2025 ആണ്. റിസർച്ച് ഓഫീസർ എന്ന പോസ്റ്റിലേക്കാണ് നിയമനം നടക്കുന്നത്. 24,415 ആപ്ലിക്കൻസ് ആണുള്ളത്. ഓക്കെ, അതിൽ തന്നെ കൺഫർമേഷൻ കൊടുത്ത കാൻഡിഡേറ്റ്സിന്റെ എണ്ണം 18,751 പേരാണ്. അതായത് നമ്പർ ഓഫ് ആപ്ലിക്കൻസ് ശ്രദ്ധിക്കുക, അതിൽ നിന്നും വളരെ വളരെ കുറവാണ് കൺഫർമേഷൻ കൊടുത്ത ആപ്ലിക്കൻസിന്റെ എണ്ണം. ഓക്കെ, ഇനി അതിലും കുറവായിരിക്കും എന്ത് OMR എക്സാമിന് അപ്പിയർ ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന്റെ എണ്ണം. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ കോമ്പറ്റീഷൻ ലെവലും അതിനനുസരിച്ച് കുറയുന്നുണ്ട് എന്നുള്ളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, ഇനി എക്സാം ഡേറ്റ് ഒന്ന് ശ്രദ്ധിക്കാം. 18/6/2025 പരീക്ഷ നടക്കാനിരിക്കുന്നത്. വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണ് ഇനി പരീക്ഷയ്ക്ക് അവശേഷിക്കുന്നത്. അപ്പൊ കൺഫർമേഷൻ കൊടുക്കാനുള്ള തീയതി 23/3/2026 മുതൽ 11/4/2026 വരെയായിരുന്നു. അഡ്മിഷൻ ടിക്കറ്റ് നിങ്ങൾക്ക് വെബ്സൈറ്റിലൂടെ 4/6/2026 മുതൽ ലഭ്യമായി തുടങ്ങും എന്നുള്ളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ എക്സാം ഡീറ്റെയിൽസിൽ അത്രയുമാണ് നമുക്ക് പ്രധാനമായിട്ടും പറയാനായിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ സിലബസ്, വളരെ പ്രധാനപ്പെട്ട ഭാഗമായിട്ടുള്ള നമ്മുടെ സിലബസിന്റെ കാര്യങ്ങൾ ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ സിലബസ്, ഏറ്റവും റിവൈസ്ഡ് ആയിട്ടുള്ള സിലബസ് പ്രകാരം ടോട്ടൽ നമുക്കറിയാം 100 മാർക്കിനാണ് പരീക്ഷ നടക്കുന്നത്. ഓക്കെ, OMR എക്സാം ആണ്, 100 ചോദ്യങ്ങൾ ഉണ്ടാവും. അതിൽ 25 മാർക്കിന്റെ വെയിറ്റേജ് ഉള്ള സബ്ജക്ട് ആണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. എക്കണോമിക്സ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സബ്ജക്ട് ആണ്. അപ്പൊ എക്കണോമിക്സിൽ പ്രധാനമായിട്ട് നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ, ഒന്നാമത്തെ മൊഡ്യൂൾ വരുന്നത് മൈക്രോ എക്കണോമിക് തിയറി ആണ്. 4 മാർക്കിന്റെ വെയിറ്റേജ് ആണ് ആ ഒരു മൊഡ്യൂളിനുള്ളത്. അതിൽ നമുക്ക് ഇൻഡിഫറൻസ് കർവ് ആൻഡ് റിവീൽഡ് പ്രിഫറൻസ് അപ്രോച്ച് ടു കൺസ്യൂമർ ബിഹേവിയർ, കൺസ്യൂമർ സർപ്ലസ്, പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, Cobb Douglas and CES production function, traditional and modern cost theories, price and output determination in perfect and imperfect market models, basic concept in welfare economic and Pareto optimality conditions. ഇത്രയുമാണ് നമുക്ക് അവിടെ പഠിക്കാനായിട്ടുള്ളത്. രണ്ടാമത്തെ മൊഡ്യൂള് മാക്രോ എക്കണോമിക് പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസസ് ആണ്. 4 മാർക്കിന്റെ ചോദ്യമാണ് ആ ഒരു മൊഡ്യൂളിൽ നിന്നും വരുന്നത്. അപ്പൊ അവിടെ നമുക്ക് ബേസിക് കോൺസെപ്റ്റ്സ് ഇൻ നാഷണൽ ഇൻകം അക്കൗണ്ടിംഗ്, മെത്തേഡ് ഓഫ് മെഷറിംഗ് നാഷണൽ ഇൻകം, ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റം ഓഫ് നാഷണൽ ഇൻകം അക്കൗണ്ടിംഗ്, ഇൻഫ്ലേഷൻ ആൻഡ് ഡിഫ്ലേഷൻ, ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ്, മോണിറ്ററി ആൻഡ് ഫിസിക്കൽ പോളിസീസ്, ബാലൻസ് ഓഫ് പേയ്മെന്റ് ആൻഡ് എക്സ്ചേഞ്ച് റേറ്റ്സ് എന്നിവയാണ് അവിടെ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. മൂന്നാമത്തെ മൊഡ്യൂൾ 4 മാർക്കിന്റെ വെയിറ്റേജ് ഉള്ള എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ആണ്. അവിടെ നമുക്ക് കോൺസെപ്റ്റ് ഓഫ് എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്, ഓൾട്ടർനേറ്റീവ് മെഷേഴ്സ് ഓഫ് ഡെവലപ്മെന്റ്, PQLY, HDI, HPI, measures of poverty, absolute and relative, head count ratio, poverty gap indices, MPI, sense capability theorem, Domer and Mahalanobis model of growth, the big push theory, balanced and unbalanced growth strategies എന്നിവയാണ് അവിടെ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഇനി അടുത്തത് മൊഡ്യൂൾ 4 ആണ്. ഫിസിക്കൽ ഫെഡറലിസം ആൻഡ് ബഡ്ജറ്റിംഗ് ഇൻ ഇന്ത്യ ആണ്. 4 മാർക്കിന്റെ ചോദ്യമാണ് അവിടെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. അവിടെ വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ഇംബാലൻസസ് ഇൻ ഇന്ത്യാസ് ഫെഡറൽ ഫിനാൻസ്, സെൻട്രൽ സ്റ്റേറ്റ് ആൻഡ് ലോക്കൽ ഫിനാൻസ് ഇൻ ഇന്ത്യ, സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻസ്, ചാലഞ്ചസ് ആൻഡ് റെക്കമെൻഡേഷൻ ഓഫ് 15th Central Finance Commission, budgetary procedure in India, public account, consolidated and contingency fund of India, form of GST introduced in India, fiscal responsibility and budget management act എന്നിവയാണ് അവിടെ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. 4 മാർക്കിന്റെ വെയിറ്റേജ് ആണ് ആ ഒരു മൊഡ്യൂളിന് നമുക്കുള്ളത്. അഞ്ചാമത്തെ മൊഡ്യൂൾ വരുന്നത് ഡെവലപ്മെന്റ് ഇഷ്യൂസ് ഓഫ് ഇന്ത്യ ആണ്. 3 മാർക്കിന്റെ ചോദ്യമാണ് അവിടെ നമുക്ക് ട്രെൻഡ്സ് ഇൻ സെക്ടറൽ കമ്പോസിഷൻ ആൻഡ് നാഷണൽ ഇൻകം, റോൾ ഓഫ് പ്ലാനിംഗ് ഇന്ത്യസ് ഡെവലപ്മെന്റ്, സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റ് റിഫോംസ്, പ്ലാനിംഗ് കമ്മീഷൻ ആൻഡ് നീതി ആയോഗ്, demographic features of India, major interventions in agricultural, industrial and service sector of the national economy എന്നിവയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അടുത്തത് 6ാമത്തെ മൊഡ്യൂൾ എ പ്രൊഫൈൽ ഓഫ് ദ എക്കണോമി ഓഫ് കേരള ആണ്. 3 മാർക്കിന്റെ ചോദ്യം.
അവിടെ നമുക്ക് ഡെവലപ്മെന്റ് എക്സ്പീരിയൻസ് ഓഫ് കേരള ആൻഡ് ട്രെൻഡ്സ് ഇൻ ഇറ്റ്സ് സെക്ടറൽ കമ്പോസിഷൻ ഓഫ് ഗ്രോത്ത് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, ദ റെമിറ്റൻസ് എക്കണോമി ഓഫ് കേരള, ഡീസെൻട്രലൈസ്ഡ് പ്ലാനിംഗ് ഇൻ സ്റ്റേറ്റ്, റോൾ ആൻഡ് റെലവൻസ് ഓഫ് കിഫ്ബി ആൻഡ് MSME സെക്ടേഴ്സ് ഓഫ് കേരള, ഇഷ്യൂസ് ഓഫ് കേരളാസ് ഗ്രോയിങ് കെയർ എക്കണോമി എന്നിവയാണ് നമുക്ക് അവിടെ പഠിക്കാനായിട്ടുള്ളത്. ഏഴാമത്തെ മോഡ്യൂള് ബേസിക് എക്കണോമെട്രിക്സ് ആണ്. 3 മാർക്കിന്റെ ചോദ്യങ്ങളാണ് അവിടെ നിന്ന് പ്രതീക്ഷിക്കാവുന്നത്. അവിടെ നമുക്ക് സിഗ്നിഫിക്കൻസ് ഓഫ് റാൻഡം വേരിയബിൾ ഇൻ എക്കണോമെട്രിക് മോഡൽ, population and sample regression functions, goodness of fit, basic assumptions of the classical linear regression model and the violations of such assumptions, Gauss-Markov theorem, use of dummy variable regression model in econometrics എന്നിവയാണ് അവിടെ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഇങ്ങനെ 25 മാർക്കിന്റെ വെയിറ്റേജ് ആണ് എക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിന് മാത്രം ഈ ഒരു പരീക്ഷയ്ക്കുള്ളത്. അതിനുശേഷം അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ് മാത്തമാറ്റിക്സ്. മാത്തമാറ്റിക്സും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. കാരണം മാത്തമാറ്റിക്സിനും 25 മാർക്കിന്റെ വെയിറ്റേജ് ആണ് നൽകിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ മാത്തമാറ്റിക്സിലെ ഫസ്റ്റ് യൂണിറ്റ് ലീനിയർ ആൾജിബ്ര ആണ്. 5 മാർക്കിന്റെ വെയിറ്റേജ് ആണുള്ളത്. അവിടെ നമുക്ക് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ്, റാങ്ക് ഓഫ് എ മെട്രിക്സ്, ഈഗൻ വാല്യൂസ് ആൻഡ് ഈഗൻ വെക്ടേഴ്സ്, characteristic equation, vector space, examples and properties, subspace, linear independence, spanning set, basis, dimensions, linear transformations, non-singular transformation, rank nullity theorem, representation of linear transformations, diagonalization എന്നിവയാണ് നമുക്ക് അവിടെ പഠിക്കാനായിട്ടുള്ളത്. രണ്ടാമത്തെ മൊഡ്യൂൾ വരുന്നത് ഫങ്ഷണൽ അനാലിസിസ് ആണ്. 2 മാർക്കിന്റെ ചോദ്യം. അവിടെ നോൺ ലീനിയർ സ്പേസസ്, ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്റേഴ്സ്, Banach spaces, inner product spaces, Hilbert spaces, orthogonal basis, adjoint of an operator, normal, self-adjoint, unitary operators എന്നിവയാണ് അവിടെ നമുക്ക് പഠിക്കാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഓക്കെ, ഇനി അടുത്തത് 4ാമത്തെ മൊഡ്യൂൾ റിയൽ അനാലിസിസ് ആണ്. 5 മാർക്കിന്റെ വെയിറ്റേജ് ആണ് ആ ഒരു മൊഡ്യൂളിനുള്ളത്. അവിടെ നമുക്ക് ലിമിറ്റ്, സീക്വൻസ്, മോണോട്ടോൺ സീക്വൻസ്, സബ് സീക്വൻസസ്, convergence of a sequence, series, convergence of a series, convergence test, continuous functions, uniform continuous functions, sequence of functions, uniform convergence and pointwise convergence, Riemann integral, properties of Riemann integral എന്നിവയാണ് അവിടെ നമുക്ക് പഠിക്കാനായിട്ടുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത്. അടുത്തത് യൂണിറ്റ് 5 ആണ്, ടോപ്പോളജി. 2 മാർക്കിന്റെ ചോദ്യം. അവിടെ നമുക്ക് മെട്രിക് സ്പേസസ്, ടോപ്പോളജിക്കൽ സ്പേസസ്, കംപ്ലീറ്റ് മെട്രിക് സ്പേസസ്, ഓപ്പൺ സെറ്റ്, ക്ലോസ്ഡ് സെറ്റ്സ്, ക്ലോഷ്യർ, ഇന്റീരിയർ, ലിമിറ്റ് പോയിന്റ്സ്, continuity, uniform continuity, homeomorphism, subspace topology, base connectedness, path connectedness, compactness എന്നിവയാണ് നമുക്ക് അവിടെ പഠിക്കാനായിട്ടുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത്. അടുത്തത് 6ാമത്തെ മൊഡ്യൂൾ ആണ്, കോംപ്ലക്സ് അനാലിസിസ്. 5 മാർക്കിന്റെ ചോദ്യമാണ് അവിടെ നിന്ന് വരുന്നത്. അവിടെ നമുക്ക് അനാലിറ്റിക് ഫംഗ്ഷൻസ്, കോഷി റീമൻ ഇക്വേഷൻ, ഹാർമോണിക് ഫംഗ്ഷൻസ്, എൻറ്റയർ ഫംഗ്ഷൻ, ലവ്ലേസ് തിയറം, Möbius transforms, bilinear transformation, cross ratio, power series representation of analytical functions, Laurent series, singularities, poles, essential singularity, removable singularities, residue, Cauchy's theorem, Cauchy's integral formula, residue theorem, counter integration എന്നിവയാണ് അവിടെ നമുക്ക് വരുന്ന പ്രധാനപ്പെട്ട ടോപ്പിക്സ്, സബ് ടോപ്പിക്സ് എന്ന് പറയുന്നത് ആ മൊഡ്യൂളിലെ. ഇനി അടുത്തത് 3 മാർക്കിന്റെ വെയിറ്റേജ് ഉള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്ന് പറയുന്ന മൊഡ്യൂൾ ആണ്. അവിടെ നമുക്ക് ഓർത്തോഗണൽ ട്രജക്ടറീസ്, എക്സാക്ട് ഇക്വേഷൻസ്, simultaneous differential equations, linear differential equation of first order, Picard's theorem, power series, solution of differential equation, construction of first order partial differential equation, solution of first order partial differential equation, solution using Charpit method, solution using Cauchy's characteristics, solution by separation of variables എന്നിവയാണ് അവിടുത്തെ നമ്മുടെ പ്രധാനപ്പെട്ട ടോപ്പിക് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അടുത്ത 25 മാർക്കിന്റെ വെയിറ്റേജ് ഉള്ള സബ്ജക്റ്റ് ആണ് സ്റ്റാറ്റിസ്റ്റിക്സ്. വളരെ പ്രധാനപ്പെട്ട ഒരു സബ്ജക്ട് കൂടിയാണ്. അവിടെ 1ാമത്തെ മൊഡ്യൂൾ വരുന്നത് സാമ്പിളിംഗ് ആണ്. സാമ്പിളിംഗിൽ 6 മാർക്കിന്റെ വെയിറ്റേജ് ആണ്. 6 മാർക്കിന്റെ ചോദ്യങ്ങളാണ്. 6 ചോദ്യങ്ങളാണ് ആ ഒരു ഭാഗത്ത് നിന്നും പ്രതീക്ഷിക്കാവുന്നത്. അവിടെ നമുക്ക് മെത്തേഡ് ഓഫ് സാമ്പിളിംഗ്, റാൻഡം സാമ്പിളിംഗ് മെത്തേഡ്സ്, അതിന്റെ കോൺസെപ്റ്റ്സ്, സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്ത് ആൻഡ് വിത്തൌട്ട് റീപ്ലേസ്മെന്റ്, എസ്റ്റിമേഷൻ ഓഫ് പോപ്പുലേഷൻ മീൻ, population total, population proportion and the variance of these estimators, estimation of their standard errors, confidence limits for population mean and for population, estimation of sample size.
അടുത്തത് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്, എസ്റ്റിമേഷൻ ഓഫ് പോപ്പുലേഷൻ മീൻ ആൻഡ് വേരിയൻസ് ഓഫ് ദ എസ്റ്റിമേറ്റർ, ചോയ്സ് ഓഫ് സാമ്പിൾ സൈസ് ഇൻ ഡിഫറെന്റ് സ്ട്രേറ്റ, അതിൽ ഒപ്റ്റിമം അലോക്കേഷൻ, നെയ്മൻ അലോക്കേഷൻ ആൻഡ് പ്രൊപ്പോർഷണൽ അലോക്കേഷൻ എല്ലാം ഉണ്ട്. അതിനുശേഷം വേരിയൻസ് ഓഫ് ദ എസ്റ്റിമേറ്റർ ഓഫ് ദ പോപ്പുലേഷൻ മീൻ അണ്ടർ ദീസ് അലോക്കേഷൻസ്, കമ്പാരിസൺ ഓഫ് ദീസ് വേരിയൻസസ്, റേഷ്യോ എസ്റ്റിമേറ്റർ ഓഫ് പോപ്പുലേഷൻ മീൻ ആൻഡ് പോപ്പുലേഷൻ ടോട്ടൽ, റിഗ്രഷൻ എസ്റ്റിമേറ്റർ ഓഫ് പോപ്പുലേഷൻ മീൻ എന്നിവയാണ് നമുക്ക് അവിടെ ആദ്യത്തെ മൊഡ്യൂളിൽ, സാമ്പിളിംഗ് എന്ന് പറയുന്ന മൊഡ്യൂളിൽ പഠിക്കാനായിട്ടുള്ളത്. അതിനുശേഷം രണ്ടാമത്തെ മൊഡ്യൂൾ വരുന്നത് പ്രോബബിലിറ്റി ആൻഡ് റാൻഡം വേരിയബിൾ ആണ്. 3 മാർക്കിന്റെ ചോദ്യം. അവിടെ നമുക്ക് പ്രോബബിലിറ്റി മെഷേഴ്സ്, probability space, monotone and continuity, properties of probability measures, independence of event, conditional probability and Bayes theorem, univariate discrete and continuous random variables, properties of cumulative distribution function, probability density function, probability generating function, moment generating function, cumulant generating functions and the characteristic function, sequence of random variable, convergence in probability and convergence in distribution എന്നിവയാണ് അവിടെ നമുക്ക് പ്രധാനമായിട്ട് പഠിക്കാനായിട്ടുള്ളത്. അടുത്ത മൂന്നാമത്തെ മൊഡ്യൂൾ വരുന്നത് സ്റ്റാൻഡേർഡ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. 2 മാർക്കിന്റെ ചോദ്യങ്ങളാണ് അവിടെ നിന്ന് വരുന്നത്. അവിടെ നമുക്ക് ആപ്ലിക്കേഷൻസ് ഓഫ് സ്റ്റാൻഡേർഡ് discrete distribution, uniform, Bernoulli, binomial, Poisson, geometric, negative binomial and hypergeometric distributions ഇതിനെപ്പറ്റിയെല്ലാം നമുക്ക് അവിടെ അറിഞ്ഞിരിക്കണം. ഓക്കെ, അടുത്തത് സ്റ്റാൻഡേർഡ് കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ, യൂണിഫോം, എക്സ്പോണൻഷ്യൽ, വേരിയബിൾ, ഗാമ ആൻഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻസ് എന്നിവയും നമുക്ക് അറിഞ്ഞിരിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. അതിനുശേഷം നാലാമത്തെ മൊഡ്യൂള് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻസ് ആണ്. 2 മാർക്കിന്റെ ചോദ്യങ്ങളാണ് അവിടെ നിന്ന് വരുന്നത്. അവിടെ നമുക്ക് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻസ്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ മീൻ ആൻഡ് വേരിയൻസ് ഓഫ് എ റാൻഡം സാമ്പിൾ ഫ്രം നോർമൽ പോപ്പുലേഷൻ, chi-square, T and F distributions, അതിന്റെ ബോത്ത് സെൻട്രൽ ആൻഡ് നോൺ സെൻട്രൽ അറിഞ്ഞിരിക്കുക, their properties and applications ഇത്രയുമാണ് അവിടെ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. 5ാമത്തെ മൊഡ്യൂള് എസ്റ്റിമേഷൻ ആണ്. 3 മാർക്കിന്റെ ചോദ്യമാണ് വരുന്നത്. അവിടെ പോയിന്റ് എസ്റ്റിമേഷൻ, പ്രോപ്പർട്ടീസ് ഓഫ് എസ്റ്റിമേറ്റേഴ്സ്, മിനിമൽ സഫിഷ്യന്റ് സ്റ്റാറ്റിക്സ്, completeness, complete sufficient statistics for exponential family distributions, UMVU estimators and properties, Rao-Blackwell theorem, Lehman-Shafee theorem and its application, Fisher information measure, Cramer-Rao inequality, method of estimation, maximum likelihood, method of moments, method of minimum chi-square എന്നിവയാണ് അവിടെ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. 6ാമത്തെ മൊഡ്യൂള് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിസ് ആണ്. 3 മാർക്കിന്റെ ചോദ്യം. അവിടെ ഫണ്ടമെന്റൽ കോൺസെപ്റ്റ്സ് ഓഫ് ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ്, ടെസ്റ്റ് ബേസ്ഡ് ഓൺ നോർമൽ, T, chi-square and F distributions, Kolmogorov-Smirnov test, Wolfowitz run test, Mann, Whitney, Wilcoxon test, Kruskal-Wallis test, Friedman test എന്നിവയാണ് നമ്മൾ അവിടെ പഠിക്കാനായിട്ടുള്ളത്. ഇനി അടുത്തത് മൊഡ്യൂൾ 7 ആണ്. മൊഡ്യൂൾ 7 വരുന്നത് ലീനിയർ റിഗ്രഷൻ ആണ്. 2 മാർക്കിന്റെ ചോദ്യം. അവിടെ ഇൻഫറൻസ് ഓഫ് സിമ്പിൾ ലീനിയർ റിഗ്രഷൻ മോഡൽസ്, പ്രോപ്പർട്ടീസ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ എസ്റ്റിമേറ്റേഴ്സ്, സിഗ്നിഫിക്കൻസ് ടെസ്റ്റ് ആൻഡ് കോൺഫിഡൻസ് ഇന്റർവെൽസ്, പ്രഡിക്ഷൻ പ്രോബ്ലംസ്, കോഎഫിഷ്യന്റ് ഓഫ് ഡിറ്റർമിനേഷൻ, അതുപോലെ മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷൻ മോഡൽസ്, ലീസ്റ്റ് സ്ക്വയർ എസ്റ്റിമേഷൻ, പ്രോപ്പർട്ടീസ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ എസ്റ്റിമേറ്റേഴ്സ്, പ്രോബ്ലംസ് ഓഫ് മൾട്ടി കൊളീനിയാരിറ്റി, സിമ്പിൾ, പാർഷ്യൽ ആൻഡ് മൾട്ടിപ്പിൾ കോറിലേഷൻസ് എന്നിവയാണ് അവിടുത്തെ നമ്മുടെ പ്രധാനപ്പെട്ട ടോപ്പിക് എന്ന് പറയുന്നത്. 8ാമത്തെ മൊഡ്യൂളിൽ ടൈം സീരീസ് ആണ്. 2 മാർക്കിന്റെ ചോദ്യം. അവിടെ ടൈം സീരീസ് അനാലിസിസ്, കമ്പോണന്റ് ഓഫ് ടൈം സീരീസ്, അനാലിസിസ് ഓഫ് ട്രെൻഡ്സ് ആൻഡ് സീസണൽ ഫ്ലക്ച്വേഷൻസ്, ACF ആൻഡ് PACF, മൂവിംഗ് ആവറേജ് MA ആൻഡ് ഓട്ടോ റിഗ്രസീവ് AR, ARMA ആൻഡ് ARIMA ടൈം സീരീസ് മോഡൽസ്, അതിന്റെ കോൺസെപ്റ്റ് മാത്രം. ഓക്കെ, 9ാമത്തെ മൊഡ്യൂൾ 1 മാർക്കിന്റെ വെയിറ്റേജ് ഉള്ള ഇൻഡെക്സ് നമ്പേഴ്സ് ആണ്. അവിടെ നമുക്ക് ലേസ്പെയേഴ്സ്, പാഷേഴ്സ് ആൻഡ് ഫിഷേഴ്സ് ഇൻഡെക്സ് നമ്പേഴ്സ്, ക്രൈറ്റീരിയ ഓഫ് എ ഗുഡ് ഇൻഡെക്സ് നമ്പർ, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് നമ്പർ, ബേസ് ഷിഫ്റ്റിംഗ്, സ്പ്ലൈസിംഗ് ആൻഡ് ഡിഫ്ലേഷൻ ഇൻഡെക്സ് നമ്പേഴ്സ് എന്നിവയാണ് നമുക്ക് അവിടെ പഠിക്കാനായിട്ടുള്ളത്. 10ാമത്തെ മൊഡ്യൂള് വൈറ്റൽ സ്റ്റാറ്റിക്സ് ആണ്. 1 മാർക്കിന്റെ ചോദ്യം. അവിടെ മെഷർമെന്റ് ഓഫ് ഫെർട്ടിലിറ്റി, ട്രൂത്ത് ബർത്ത് റേറ്റ്, ജനറൽ ഫെർട്ടിലിറ്റി റേറ്റ്, ഏജ് സ്പെസിഫിക് ബർത്ത് റേറ്റ്, ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ്, ഗ്രോസ് റീപ്രൊഡക്ഷൻ റേറ്റ്, നെറ്റ് റീപ്രൊഡക്ഷൻ റേറ്റ്, മെഷർമെന്റ്സ് ഓഫ് മോർട്ടാലിറ്റി, crude death rate, standardized death rates, age specific death rates എന്നിവയാണ് അവിടെ നമുക്ക് പ്രധാനമായിട്ട് പഠിക്കാനായിട്ടുള്ളത്. അടുത്തത് കൊമേഴ്സ് ആണ്. അടുത്ത സബ്ജക്ട് വീണ്ടും 25 മാർക്കിന്റെ ചോദ്യം. അവിടെ 1ാമത്തെ മൊഡ്യൂൾ വരുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് ആണ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ്
sole trading concern, accounting conceptual framework, accounting principles and conventions, accounting cycle and preparation of final accounts, depreciation, SLM, WDV, change in method, rectification of errors and suspense account, preparation of trading, P&L account and balance sheet എന്നിവയാണ് അവിടെ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അതിന് 3 മാർക്കിന്റെ വെയിറ്റേജ് ആണുള്ളത്. രണ്ടാമത്തെ മോഡ്യൂളില് ഫൈനാൻഷ്യൽ അക്കൗണ്ടിംഗ്, പാർട്ണർഷിപ്പ് അക്കൗണ്ട്സ്, ഫണ്ടമെന്റൽസ്, partnership deed, profit sharing ratio, interest on capital or drawing, capital accounts, fixed versus fluctuating, admission of a partner, revaluation of assets and liabilities, treatment of goodwill, other premium, hidden goodwill, change in profit sharing ratio and sacrificing ratio, adjustment of reverse and accumulated profit or loss, retirement or death, gaining ratio and goodwill adjustment, settlement of dues, dissolution, realization account, settlement of liabilities, അത് ഗാർണർ വേഴ്സസ് മുറേ റൂൾ എന്നിവയാണ് നമുക്ക് അവിടെ പഠിക്കേണ്ടത്. Module 3, Financial Accounting, Joint Stock Company, Issue and Reissue of Shares, Debentures, Issue and Redemption Methods, Final Accounts as per Schedule. 3, Managerial Remuneration, Profit prior to Incorporation എന്നിവയാണ് അവിടെ പഠിക്കാനുള്ളത്. 3 മാർക്കിന്റെ വെയിറ്റേജ് ആണ്. നാലാമത്തെ മോഡ്യൂള് അഡ്വാൻസ്ഡ് ഫൈനാൻഷ്യൽ അക്കൗണ്ടിംഗ് ആൻഡ് എമർജിംഗ് ഏരിയാസ്, അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്, AS and int AS, overview and application, amalgamation, absorption and reconstruction, accounting for mergers and acquisitions, human resource accounting, inflating accounting, CPP and CCA methods, social responsibility accounting എന്നിവയാണ് അവിടെ നമുക്ക് പഠിക്കേണ്ടത്. അഞ്ചാമത്തെ മൊഡ്യൂൾ വരുന്നത് കോസ്റ്റ് അക്കൗണ്ടിംഗ് ആണ്. അതിൽ കോസ്റ്റിംഗ് മെത്തേഡ്സ്, cost concept and clarification, cost sheet preparation, job, batch and contract costing, process costing, അത് normal loss, abnormal loss, gain, WIP valuation എന്നിവയാണ് അവിടെ നമുക്ക് പഠിക്കേണ്ടത്. ആറാമത്തെ മോഡ്യൂള് കോസ്റ്റ് അക്കൗണ്ടിംഗ്, costing techniques and modern practices, marginal costing and decision making, break-even analysis and margin of safety, standard costing and variance analysis, budgetary control, activity based costing ABC, modern costing and production approaches, lean manufacturing concept, waste elimination, just in time JIT, modern costing techniques, charges costing, life cycle costing, case and costing, ത്രോപുട്ട് അക്കൗണ്ടിംഗ് എന്നിവയാണ് അവിടെ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. 2 മാർക്കിന്റെ വെയിറ്റേജ് ആണുള്ളത്. ഏഴാമത്തെ മോഡ്യൂള് ഡയറക്റ്റ് ടാക്സേഷൻ, ബേസിക് കോൺസെപ്റ്റ്സ്, അസസി, ഇൻകം, പ്രീവിയസ് ഇയർ അസസ്മെന്റ്, ഇയർ റെസിഡൻഷ്യൽ സ്റ്റേറ്റസ് ആൻഡ് ടാക്സ് ഇൻഡിസസ്, ടാക്സ് ഇൻസിഡൻസ്, heads of income and computation, deductions under chapter 6A, set off and carry forward of losses, assessment procedures, TDS, advance tax, MAT, minimum alternate tax, അതുപോലെ concept and applicability, AMT, alternate minimum tax, MMR, maximum marginal rate, meaning and application, faceless assessment and appeals, e-filing, AIS, അത് ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ് ആണ്, യൂസ് ഓഫ് ഡേറ്റ അനാലിസിസ് ആൻഡ് AI ഇൻ ടാക്സ് അഡ്മിനിസ്ട്രേഷൻ എന്നിവയാണ് അവിടെ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. 2 മാർക്കിന്റെ വെയിറ്റേജ് ആണ് ആ മൊഡ്യൂളിനുള്ളത്. എട്ടാമത്തെ മൊഡ്യൂൾ വരുന്നത് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ്, GST, concept, objectives and GST framework, CGST, SGST, IGST, supply, meaning, composite and mixed supply, levy and collection of GST, input tax credit, ITC, procedural and compliance aspects, registration under GST, mandatory and voluntary, composition scheme, composition dealer, filing of returns, offenses and penalties under GST, types of offenses, അതില് evasion, wrongful, ITC claims, etc. penalties and prosecution provisions എന്നിവയാണ് അവിടെ നമുക്ക് പഠിക്കാനുള്ളത്. 9ാമത്തെ മൊഡ്യൂളില് മാനേജറിയൽ എക്കണോമിക്സ്, നേച്ചർ ആൻഡ് സ്കോപ്പ്, ഡിമാൻഡ് അനാലിസിസ് ആൻഡ് ഇലാസ്റ്റിസിറ്റി, പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് അനാലിസിസ്,
പ്രൈസിംഗ് ഡിസിഷൻസ്, മാർക്കറ്റ് സ്ട്രക്ചേഴ്സ്, അത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, മോണോപോളി, ഒളിഗോപോളി എന്നിവയാണ് അവിടെ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. 10ാമത്തെ മൊഡ്യൂളില് ലീഗൽ ഫ്രെയിംവർക്ക് ഓഫ് ബിസിനസ്, ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872, എസെൻഷ്യൽസ് ഓഫ് വാലിഡ് കോൺട്രാക്ട്, ഓഫർ, അക്സെപ്റ്റൻസ്, കൺസിഡറേഷൻ, breach and remedies, special type of contracts of indemnity and guarantee, bailment and pledge agency, other business laws, Sales of Good Act 1930, Companies Act 2013, basic provisions മാത്രം മതി. Consumers Protection Act 2090, Rights of Consumers Dispute Redressal Commissions, Product Liability, E-commerce Regulation, Negotiable Instruments Act, Check, Dishonor, Liabilities Bill of Exchange, Promissory Note, Hundis എന്നിവയാണ് അവിടെ നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്. 3 മാർക്കാണ് ഈ ഒരു മൊഡ്യൂളിന്റെ വെയിറ്റേജ് ആയിട്ട് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് സിലബസിൽ കാര്യമായിട്ട് തന്നെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുള്ള സിലബസിൽ നിന്നും വളരെ വ്യത്യാസമായിട്ടാണ് പുതിയ സിലബസ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോ ഈ സിലബസ് വളരെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ നമുക്ക് പഠിച്ചു തീർക്കുകയും വേണം. അപ്പോൾ അതിനായിട്ട് ഹെൽപ്ഫുൾ ആവാനുള്ള ഒരു കോഴ്സാണ് ടെക് PSCയുടെ ഏറ്റവും പുതിയ കോഴ്സായിട്ടുള്ള റിസർച്ച് ഓഫീസർ എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിക്സ്. അപ്പോൾ ഈ ഒരു ബാച്ചിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ലൈവ് സെഷൻസും റെക്കോർഡ് ക്ലാസ്സുകളും എക്സാം തീയതി വരെയും നിങ്ങൾക്ക് ലഭിക്കും. ക്യാപ്സ്യൂൾ നോട്ട്സും മറ്റ് സ്റ്റഡി മെറ്റീരിയൽസും PDF ഫോർമാറ്റിൽ ലഭിക്കും. അതോടൊപ്പം ഡൗട്ട് ക്ലിയറൻസിനും മെന്റർഷിപ്പിനുമുള്ള അവസരങ്ങൾ ഉണ്ടാവും. എന്നാണോ എക്സാം, ആ എക്സാം തീയതി വരെയും ഈ ഒരു കോഴ്സ് വാലിഡ് ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതിൽ തന്നെ ടോപ്പിക് വൈസ് ആയിട്ടുള്ള ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനോട് കൂടിയ ക്വസ്റ്റ്യൻസ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, അതോടൊപ്പം ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ എന്നിവ അറ്റൻഡ് ചെയ്യാനുള്ള അവസരങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു കോഴ്സിലൂടെ ലഭിക്കും. അപ്പോൾ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരും ഈ ഒരു കോഴ്സിനെ പറ്റി എന്തെങ്കിലും സംശയങ്ങളുള്ളവർക്കും തീർച്ചയായിട്ടും സ്ക്രീനിന്റെ താഴെയുള്ള നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടെക് PSCയുടെ വിജയാശംസകളും അറിയിക്കുകയാണ്. താങ്ക് യു.